രണ്ടുപേരും പേടിച്ച് പേടിച്ച് വരുന്നു. രണ്ടുപേർക്കും ഹലോ, ഞാൻ ലിനുവാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറക്കാട്ട് റിസോർട്ടിലെ റൂംസിൻ്റെ വിശേഷങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി കേവ് ഹൗസിൻ്റെ വിശേഷങ്ങളാണ്. റിസോർട്ടിൻ്റെ താഴെയായിട്ട് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണുള്ളത്. അവിടേക്ക് അവരുടെ തന്നെ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുവരുന്നത്. കൂട്ടത്തിലൊരു ജീപ്പ് ട്രാക്കിങ്ങും ആകും. ജീപ്പ് ട്രാക്കിങ്ങിൻ്റെ ടൈമിൽ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം 2 കൈ കൊണ്ട് മുറുകെ പിടിച്ചില്ലെങ്കിൽ തെറിച്ച് താഴെ പോകുന്ന അവസ്ഥയായിരുന്നു. ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുകൂടാതെ 2 ആക്ടിവിറ്റീസ് കൂടി ഉണ്ടായിരുന്നു. റെയിൻ വാട്ടർ ഡാൻസും അതുപോലെ റോപ്പ് വേയിലൂടെയുള്ള സൈക്ലിങ്ങും. ജിയോ ചെയ്തു, ഞങ്ങളാരും ചെയ്തില്ല. ഞങ്ങൾ ജീപ്പിൽ താഴെ എത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അത് കാരണത്താൽ അതൊന്നും ഷൂട്ട് ചെയ്യാനും സാധിച്ചില്ല. ഞങ്ങൾ മുകളിൽ കയറി ചെല്ലുന്നതിന് മുന്നേ അമ്മു കയറി തുടങ്ങിയിരുന്നു. പകുതി എന്നപ്പോഴാണ് അമ്മുവിന് കാര്യം മനസ്സിലായത്, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. ജൽദി ചലോ. എന്നെ നടുക്ക് നിർത്ത്. നീ പോ. ഞാൻ വരുന്നില്ല. പോ. ഈ മമ്മി അടി അനക്കുന്നേ, ഈ മമ്മി അനക്കാതെ പോ. ഇന്നെങ്ങാനും നടന്നു തീരുവോ? അതെന്താ പേടിക്കാൻ? ഇങ്ങനെ നടന്ന് പോയാൽ മതി. ഞാൻ വീഡിയോ എടുത്ത് ഞാൻ പോയിട്ട് വരാം. കുറച്ച് കുലുങ്ങട്ടെ. രണ്ടുപേരും പേടിച്ച് പേടിച്ച് വരുന്നു. രണ്ടുപേർക്കും മേളിൽ നോക്കാൻ വയ്യ. പൊട്ടെ. പകുതി എത്തിയപ്പോഴത്തേക്കും കാറി കൂവി വെള്ളം വെച്ച് അമ്മൂനെ ജിയോ എങ്ങനെയൊക്കെയോ പുറത്തെത്തിച്ചു. ചേച്ചിയാണ് ഞാൻ വീഡിയോ പിടിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കിട്ടിയതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ രസകരമായ കുറേ കാര്യങ്ങൾ നടന്നു. അതൊന്നും വീഡിയോയിൽ ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. നല്ല രസമായിരുന്നു. മഴ ഞങ്ങളെ ചതിച്ചു ഗെയ്സ്. റോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു. അത് കാരണത്താണ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ക്യാമറ ഇല്ലായിരുന്നു, മൊബൈലായിരുന്നു. ഇവിടെ ഈ മനോഹരമായ എൻട്രൻസിലൂടെ കയറിയാൽ ഹൈലൈറ്റായ കേ ഹൗസിലേക്ക് പോകാൻ സാധിക്കും. ഈ എൻട്രൻസിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ റിസോർട്ടിൽ ഏത് റൂം എടുത്താലും കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ആക്ടിവിറ്റീസൊക്കെ. അതിലെടുത്തു പറയേണ്ടത് ഒന്നാണ് കേ ഹൗസ് വിസിറ്റ്. ഈ കേ ഹൗസിൻ്റെ റേറ്റ് ഞങ്ങൾ വരുന്ന സമയത്ത് 35,000 ആയിരുന്നു. ഈ പോകുന്ന വഴിയൊക്കെ കാട്ടിനുള്ളിലൂടെ പോകുന്നൊരു പ്രതീതിയാണ് കിട്ടുന്നത്. റിയലി ഇറ്റ്സ് എ അമേസിങ്. വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട്, അതുപോലെ കിളികളുടെ ആരവം, അങ്ങനെ ഒരു കാടിൻ്റെ പ്രതീതി തന്നെയാണ്. അത് ഇവിടെ താമസിക്കുന്നവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ കുറച്ച് നേരം വോയിസ് ഓവർ കൊടുക്കാതിരുന്നത് നിങ്ങൾക്ക് ആ പ്രകൃതിയുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ കാടിനുള്ളിലെ കെ ഹൗസൊക്കെ കണ്ടു. ഞങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ്. ഇതാണ് എക്സിറ്റ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ജീപ്പ് ട്രാക്കിങ്, റോപ്പ് വേയിലൂടെയുള്ള സൈക്ലിങ്, റോപ്പ് വേ, റെയിൻ വാട്ടർ ഡാൻസ്, അതുപോലെ കെ ഹൗസ് വിസിറ്റ്. ഞങ്ങളിനി റിസോർട്ടിലേക്ക് പോവുകയാണ്. അവരുടെ തന്നെ ജീപ്പിൽ നമ്മളിവിടെ എത്തിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അവിടെ നിന്നുള്ള ഇറക്കം കണ്ടപ്പോ നീ എന്താ വിചാരിച്ച? സത്യം പറ അടി, അവിടെ നിന്നുള്ള ഇറക്കം കണ്ടപ്പോ നീ എന്താ വിചാരിച്ച? അതെ തള്ളതല്ലെന്ന് പറഞ്ഞിട്ട് अरे बहुत यार मैं डूब जाऊँ तो Oh my god, English fidelity. मम्मी ഇത് സ്ലോ മോഷൻ അല്ലേ? ഇതെല്ലാം ഞാൻ യൂട്യൂബിലിടും. തുണിയൊക്കെ എടുക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ നീന്തി മറിക്കുമെന്ന്. ഇവിടെ നീന്തി സ്വിമ്മിംഗ് വന്ന് കപ്പ കൊണ്ട് വെള്ളം ഒരു കപ്പും കൂടെ എടുത്തോണ്ട് വരണ്ടായിരുന്നു. अब इधर में हार क्यों दूंगा? अच्छा ऐसा नहीं करते വേണ്ട വേണ്ട ഇല്ല പേടിക്കുന്നു. തിരിച്ചിട്ട് വയറിളക്കി മാറിപ്പോണ്. യോയും അമ്മുവും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി പോകാനായിട്ട് ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാന്. താഴ്വശം കാണാൻ നല്ലതാണ്.
പകൽ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി നല്ല മഴയായിരുന്നു. ഈവനിങ് ആയപ്പോൾ ടോട്ടലി ക്ലൈമറ്റ് മാറി, കോട ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ റിസോർട്ടിലെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത ദിവസത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.